യാത്രക്കാരെ ദുരിതത്തിലാക്കി വീണ്ടും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അനിശ്ചിതമായി വൈകുന്നു. നാളെ രാവിലെ 7:30 മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. യാത്രക്കാരെ ഹോട്ടലിലേക്ക് മാറ്റി. 3 മണിക്കുള്ള ഫ്ലൈറ്റ് ആയത് ഇതുവരെ എടുത്തിട്ടില്ല. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് രാവിലെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് വൈകുന്നത്. ഇതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 150 യാത്രക്കാരാണ് ദുരിതത്തിലായിരിക്കുന്നത്. പിതാവിന്റെ മരണത്തെ തുടർന്ന് അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവർ വരെ യാത്രക്കാരായുണ്ട്. നേരത്തെ പറഞ്ഞില്ല വേറെ ഫ്ലൈറ്റ് പിടിച്ചു പോയല്ലേ, വെതർ കണ്ടീഷൻ അത് ഒരു കുഴപ്പമില്ല, എല്ലാ എയർപോർട്ടിൽ പോകുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരോട് പ്രതികൂല കാലാവസ്ഥ മൂലം വിമാനം അല്പം വൈകുമെന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പലതവണ സമയം മാറ്റി. പ്രതിഷേധം ശക്തമായതോടെ ഉച്ചയോടെ യാത്രക്കാരെ വിമാനത്തിനുള്ളിൽ കയറ്റിയെങ്കിലും പകരം ഏർപ്പാടാക്കിയ വിമാനവും മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പുറപ്പെട്ടില്ല. യാത്രക്കാർ വിമാനത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇതോടെ 3 മണിക്കൂറുകൾക്ക് ശേഷം യാത്രക്കാരെ പുറത്തിറക്കി. തിരുവനന്തപുരത്തു നിന്നും ദുബായിലെത്തേണ്ട വിമാനം മോശം കാലാവസ്ഥ കാരണം റാസൽ ഖൈമയിലേക്ക് തിരിച്ചുവിട്ടിരുന്നുവെന്നും ഇതിനാലാണ് ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് വൈകുന്നതെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം. നാളെ രാവിലെ 7:30 മറ്റൊരു വിമാനത്തിൽ യാത്രക്കാരെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. ജീവനക്കാർക്ക് 12 മണിക്കൂർ നിർബന്ധിത വിശ്രമം ഉള്ളതിനാൽ ഇതിനുശേഷം മാത്രമേ വിമാനയാത്ര പുനരാരംഭിക്കുകയുള്ളൂ. ജനം, ദുബായ്.